السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അബൂ ദർറിൻ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. മൂന്ന് വിഭാഗം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കുകയില്ല, അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ അവരിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല, അതുപോലെ വലാ യുസക്കീഹിം അവരുടെ തിന്മകളിൽ നിന്ന് അവരെ ശുദ്ധിയാക്കുകയുമില്ല, വലഹും അദാബുൻ അലീമുൻ അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ സന്ദർഭത്തിൽ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, മൻഹും യാ റസൂലല്ലാഹ് ഖദ് ഖാബു വ ഖസിറു. അല്ലാഹുവിൻ്റെ റസൂലെ, ആരാണ് ആ വിഭാഗം ആളുകൾ? അവർ വല്ലാത്ത നഷ്ടത്തിലും പ്രയാസത്തിലുമായിട്ടുണ്ടല്ലോ. ഫഅആദഹ സലാസൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് 3 തവണ വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. അപ്പോഴും അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, മൻഹും ഖാബു വ ഖസിറു, ആരാണ് റസൂലെ അവർ പരാജയപ്പെട്ടല്ലോ, അവർക്ക് നഷ്ടം സംഭവിച്ചല്ലോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു. ഒന്നാമത് അവിടുന്ന് പറഞ്ഞത് അൽ മുസ്ബിൽ, പിന്നീട് പറഞ്ഞു വൽ മന്നാൻ, മൂന്നാമത് പറഞ്ഞു വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബി അവിൽ ഫാജിരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഭാഗക്കാരെയാണ് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് അൽ മുസ്ബിലു, തൻ്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ എടുത്ത് നടക്കുന്നവരാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ മാത്രം പാലിക്കേണ്ടുന്ന ഒരു മര്യാദയല്ല നമ്മുടെ നിര്യാണിക്ക് മുകളിൽ വസ്ത്രമാക്കുക എന്നുള്ളത്. നേരെ മറിച്ച് നമ്മുടെ മുഴുവൻ സമയങ്ങളിലും നിര്യാണിക്ക് മുകളിലാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ വസ്ത്രം ധരിക്കേണ്ടത്. അത് നിര്യാണിക്ക് താഴെ ആയിക്കഴിഞ്ഞാൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് സംസാരിക്കുകയില്ല, അവനെ നോക്കുകയില്ല, അതുപോലെ അവൻ്റെ തിന്മകളിൽ നിന്ന് അവനെ സംസ്കരിക്കുകയില്ല, അതുപോലെ തന്നെ അവർക്ക് വേദനാജനകമായ ശിക്ഷയുമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറഞ്ഞത്. പല ആളുകൾക്കും അതിൻ്റെ ഗൗരവം കൃത്യമായിട്ട് മനസ്സിലാകാത്ത പോലെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ. പല ആളുകളും നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു പ്രയാസമായിട്ട്, അതല്ലെങ്കിൽ അതൊരു നരകത്തിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരു കാര്യമാണ് എന്ന് അവരുടെ പ്രവർത്തനം കണ്ടാൽ തോന്നിപ്പോവുകയില്ല. അപ്പോൾ ആ രൂപത്തിലാണ് പലപ്പോഴും പല ആളുകളും നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാറുള്ളത്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽ മന്നാനു, ഒരാൾക്ക് പല ഉപകാരങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ആ ഉപകാരങ്ങളൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും എടുത്തിങ്ങനെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവനും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ഈ ശിക്ഷകൾക്കൊക്കെ വിധേയനാണ്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്ത സഹായമാണ്. അള്ളാഹുവിൻ്റെ കോടതിയിൽ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരാളെ സഹായിച്ചിട്ടുള്ളത്. നമുക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒരാൾക്ക് സദഖ കൊടുത്തിട്ടുള്ളത്. എന്തും അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ വജ്ഹാണ് നമ്മൾ ഏത് കാര്യത്തിനും നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ആ രൂപത്തിൽ നമ്മൾ ചെയ്ത ഒരു പ്രവർത്തനം അത് എടുത്തു പറഞ്ഞുകൊണ്ട് അയാളെങ്ങനെ ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ അയാളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാം, അല്ലെങ്കിൽ ആളുകളുടെ കൂടുന്നിടത്ത് പറയാം, എനിക്ക് ഞാനാണ് ഇത് ചെയ്തു കൊടുത്തത്, ഇത് ഞാനാണ് ചെയ്തു കൊടുത്തത്, അവനോട് പറയാം, മറ്റുള്ളവരോട് പറയാം. ഈ രൂപത്തിൽ നമ്മൾ ചെയ്തതായ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ അതും നാളെ ഈ ശിക്ഷയ്ക്ക് വിധേയനായി തീരാൻ കാരണമാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബി വൽ ഫാജിർ, കള്ളസത്യം പറഞ്ഞുകൊണ്ട് തൻ്റെ ചരക്കിനെ വിറ്റഴിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മളൊക്കെ പല ആളുകളും പലപ്പോഴും കച്ചവടം നടത്തുന്ന ആളുകളാണ്. കച്ചവടക്കാരല്ലാത്തവർ പോലും എന്ത് ചെയ്യലുണ്ട്, പലപ്പോഴും സാധനങ്ങൾ വിൽക്കലും വാങ്ങലും ഒക്കെ ചെയ്യാറുണ്ട്. അവിടെയൊക്കെ നമ്മൾക്ക് ചെയ്യേണ്ടുന്ന ഒരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിന് എന്തെങ്കിലും അയവുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, കുറ്റങ്ങളുണ്ടെങ്കിൽ ആ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ സാധനം വിൽക്കേണ്ടത്. അതല്ലാതെ അതിൻ്റെ അയവുകൾ, അതിൻ്റെ കുറവുകൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരാളെ നമ്മൾ പറ്റിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ അവനിൽ നിന്ന് പ്രതികാര നടപടി സ്വീകരിക്കും. അതെങ്ങനെയാണ്? അവനോട് സംസാരിക്കൂല, അവനിലേക്ക് നോക്കൂല, അവൻ്റെ തിന്മകളിൽ നിന്ന് സംസ്കരിക്കൂല, അവനക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഈ 3 വിഭാഗത്തിലും നമ്മൾ ഉണ്ട് എങ്കിൽ
ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.